ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. Yes. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു സജഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു സോങ് ആണ്. Yes. ഈ സോങ് നമുക്കും പേഴ്സണലി ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു എന്തോ ഒരു രസമാണ് കേൾക്കാനായിട്ട്. അപ്പൊ അതിന്റെ മാജിക് എന്തുകൊണ്ടാണ് വന്നത് നമുക്കറിയാം. ദ ലെജൻഡ് AR റഹ്മാൻ സാറിന്റെ മ്യൂസിക് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പടം VTK. ഈ പടത്തിലെ എല്ലാ പാട്ടുകളും ഭയങ്കര രസമാണ്. അതിൻ്റെ അകത്ത് നമ്മളെ മല്ലിപ്പൂ ആയാലും ശരി, ഇല്ലെങ്കിൽ മറക്കുമാനഞ്ചും അതുമായാലും എല്ലാ പാട്ടിനും ഭയങ്കര ഒരു ഫീലാണ്. അപ്പം അതുപോലത്തെ ഒരു വേറെ സോങ് ആണ് കാലത്തേക്കും നീ എന്നുള്ളൊരു സോങ് അല്ലേ. ആദ്യമായിട്ട് അവരിറക്കിയിട്ടുള്ള വീഡിയോ സോങ് കൂടിയായിരുന്നു അത്. യെസ്. അപ്പോ നമുക്ക് ആ സമയത്ത് വന്നൊരു എന്താ പറയാ സജഷൻ ആയിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം, ഇത് പാടിയിരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സിംബു തന്നെയാണ്. അതെ, സിംബുവും രക്ഷിതയും കൂടിയാണ് പാടിയിരിക്കുന്നത്. എന്താ പറയാ, ഒരു വോയിസിന്റെ ഒരു ഫീല് വേറെ തന്നെ. നമുക്ക് എന്തായാലും നേരെ ആ ഒരു മെലഡിയസ് സോങ്ങിലിട്ട് പോകാം. റെഡി അല്ലേ? റെഡി. താമര, AR റഹ്മാൻ, ഗൗതം വാസുദേവ് മേനോൻ. എല്ലാവർക്കും അറിയാൻ പറ്റില്ല എന്തായാലും. കൊറേ സ്ഥലത്ത് ഷോട്ട് അങ്ങനെ എടുത്തേക്കണേ. സിംഗിൾ. ഇവിടെ കാലത്തേക്കും നീ ആ വരി. കോംബോ നല്ല രസമുണ്ട് അല്ലേ സ്ക്രീനില്. ഊഫ്, ഇവിടുത്തെ ബീറ്റ് ഇതൊരു രസാണ് പാട്ടിനല്ലേ. എല്ലാ പാട്ടും മണപ്പുഴിയൊക്കെ ഉണ്ട് കേട്ടോ നായികക്ക്. അതാണ്. പിന്നെ അമ്മ പറയേണ്ട ആവശ്യമില്ല. ഓഫ്, ആ ഒരു സംസാരിക്കുന്ന എല്ലാ മ്യൂസിക്കിലല്ലേ. ആ ഒരു റിയലിസ്റ്റിക് ആണ് ഫുള്ള്. എല്ലാ പാട്ടിലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മുമ്പ് നിന്നത് മല്ലിപ്പൂ അല്ലേ? ലൊക്കേഷൻ നേരത്തെ കാണിച്ചത്. ഇത് ഞെട്ടിരിക്കുന്നു. കൊറേ നേരം മ്യൂസിക് അറിയോ അല്ലേ? കൊറേ അടുപ്പിച്ചടുപ്പിച്ച് മ്യൂസിക് അല്ലേ. അതാ സ്റ്റോറി. രക്ഷയില്ല. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല.
ഡോൺ വളർച്ച. നല്ല മൊമെന്റ്സ്. സിംഗിൾ ഷോട്ട് ആട്ടോ അല്ല. ഫുൾ ഫീൽ അല്ലേ സോങ്ങിന്? അത് ആ ഒരു ഫുള്ള് മൊമെന്റ്സ് ആണ്. ആദ്യമേ തൊട്ടിട്ട് ആ ഒരു ഫുൾ മൊമെന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പൊളി. അത്ര റിയലിസ്റ്റിക് ആണ്. കാണിക്കാൻ പറ്റുമോ? മാക്സിമം എത്ര കാണിക്കാൻ പറ്റുമോ അത്രത്തോളം കാണിച്ചിട്ടുണ്ട്. ആ ഒരു സീനിൽ എന്താ പറയാ, ത്രൂ ഔട്ട് വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ആ മ്യൂസിക് ആണ് കൂടുതൽ ഇതിന്റെ സോൾ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ശരിക്കും. സ്റ്റോറി ടെല്ലിങ്ങിന്റെ കൂട്ടത്തിൽ മ്യൂസിക്കും പാട്ടും കൂടി ചേർത്തിട്ട് അതും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കുറേ സ്ഥലത്ത് സിംഗിൾ ഷോട്ടുകളും എല്ലാം കൂടി. നമുക്കറിയാം മല്ലിപ്പൂ സോങ് അതിൻ്റെ തന്നെ അത് ഫുള്ളായിട്ട് സിംഗിൾ ഷോട്ടായിരുന്നു ആ ഒരു വീഡിയോ. അതുപോലെ തന്നെ ഇതും കൂടി വരുമ്പോൾ ഇതിൻ്റെ അകത്തും അത് ആ ഒരു സംഭവം. ശരിക്കും ഇതിനൊക്കെ ഫുൾ കൈഡ് കൊടുക്കേണ്ടത് മ്യൂസിക് ഡയറക്ടർക്ക് മാത്രമല്ല, ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന ഡയറക്ടർ. കാരണം ആ ഒരു സംഭവങ്ങളൊക്കെ ആ ഫീലോടുകൂടി നമ്മളെ ആ ഒരു മാക്സിമം ഇൻറ്റൻസും കാര്യങ്ങളും എല്ലാം അല്ലേ കംപ്ലീറ്റ്ലി ആ ഒരു ഫീൽ ഗുഡ് നമുക്ക് തരുന്നുണ്ട് ഈ ഒരു പാട്ടിൽ. അതെന്തായാലും അത് വേറെ ലെവൽ. ഓക്കെ. പിന്നെ സിംബു നായികയുടെ കോംബോ, നായികയുടെ പേര് എനിക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നത്. പക്ഷെ കോംബോ ഒരു രക്ഷയില്ല. എന്താ പറയാ, അത് കൂടാതെ തന്നെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങൾ തന്നെയാണ്. ഒന്നൊരൊട്ട ആർട്ടിഫിഷ്യാലിറ്റി സംഭവങ്ങളൊന്നും അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. എല്ലാം എന്താ പറയാ നടക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളറിയില്ല, ഓരോ ലൈഫിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും ബൈ.